നമ്മുടെ നാട്ടിലെ മദ്രസകൾ മാനേജ്മെൻറ്റുകളുണ്ടല്ലോ, അവരെന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളൊരു മദ്രസയിൽ കൊണ്ടുവരണം? അവിടെയാണ് മദ്രസയുടെ പ്രസക്തി ഉള്ളത്. അല്ലാത്ത മദ്രസകൾക്ക് ഇനി എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും? ഇൻഫർമേഷൻ മാത്രം ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നോളജ് മാത്രം ഷെയർ ചെയ്തുകൊണ്ട് ഇനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ നോക്കും എന്ന് എനിക്കറിയില്ല. ഈ ടെക് എനേബിൾഡ് സിസ്റ്റത്തിൽ ഈ അദബ് ബഹുമാനം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സാധ്യത എന്തായിരിക്കും, അല്ല അതിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഫുള്ളി ടെക്നോളജി കൊണ്ടുവന്നിട്ട് ഇതൊരു ടെക് മദ്രസ ആക്കണോ അല്ലെങ്കിൽ ഓൺലൈൻ മദ്രസ ആക്കണം എന്നല്ല നമ്മൾ ചെയ്യേണ്ടത്. ടെക് എനേബിൾമെന്റ് ആണ് ആവശ്യം. ഇത് കേൾക്കുന്ന മുഅല്ലിമീങ്ങൾ ചിലപ്പം നമ്മൾ പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് കണ്ടെത്തിയേക്കും. കാരണം അവർക്ക് 1-1.5 മണിക്കൂറാണ് ജോലിയുള്ളത്. അപ്പോൾ അവർ ആ ജോലി കഴിഞ്ഞിട്ടും വീട്ടിൽ പോയിട്ടും ഇത്രയും കാര്യങ്ങൾ ഫോളോ അപ്പും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അവരുടെ ജോലി ഭാരം കൂടുമോ? റൌഫ് സാറെ, മദ്രസകളിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ കേരളത്തിലെ മദ്രസകൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങൾക്കും മദ്രസകളുണ്ട്. മദ്രസകളൊക്കെ അവരുടേതായ രീതിയിൽ വലിയ കോൺട്രിബ്യൂഷൻസ് കേരള കമ്മ്യൂണിറ്റിക്കും അതല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്, പാരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഇനി അധ്യാപകരാണെങ്കിലും, ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുമായിട്ട് മദ്രസകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ, അതല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനും നിങ്ങളും ഒക്കെ മദ്രസ പോയിരുന്നൊരു കാലം ഉണ്ടല്ലോ, അന്നുള്ള പുറം ലോകം അല്ല ഇന്നുള്ളത്. പക്ഷേ മദ്രസകൾക്ക് എത്രമാത്രം മാറ്റം സംഭവിച്ചു എന്ന് വെച്ചാൽ വളരെ മിനിമലായിട്ടുള്ള മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ റൌഫ് സാറുമായിട്ട് നിങ്ങളെ ഈ പോഡ്കാസ്റ്റിലേക്ക് വരുന്ന നേരം നമ്മൾ ഉദ്ദേശിക്കുന്നൊരു കാര്യം, നിങ്ങൾക്ക് രണ്ടും നന്നായിട്ട് അറിയാം. നിങ്ങളിപ്പോൾ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, IBM വരെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾ. അതേ നിലയ്ക്ക് മദ്രസകളുടെ കോണ്ടെക്സ്റ്റും മദ്രസകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നിരന്തരം ആലോചിക്കുകയും അതിൽ പദ്ധതികൾ കൊണ്ടുവരികയും ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തമ്മിലെ കണക്ഷൻ, മദ്രസകളിൽ എന്തൊക്കെ രീതിയിൽ ടെക്നോളജി കൊണ്ടുവരണം, ടെക്നോളജി കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് എത്ര എഫക്റ്റീവായിട്ട് പഠിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് ടെക്നോളജി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഈ വിഷയമാണ് നമ്മൾ പൊതുവേ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സാറോട് ഞാൻ ചോദിക്കുന്നൊരു കാര്യം, മദ്രസകൾ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു ത്രട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ മദ്രസകളുടെ ഒരു പ്രസക്തി നമുക്ക് ആദ്യം പറയാം, എന്നിട്ട് ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചും പറയാം. ഓക്കെ, ഈ കേരള മോഡൽ മദ്രസ എന്ന് പറയുന്നത് അത് വേൾഡിൽ അറിയപ്പെട്ട ഒരു മോഡലാണ്. അതൊരു വേണമെങ്കിൽ അത് പറയാം, ഒരു തുല്യതയില്ലാത്ത മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ നമ്മൾ ഏകദേശം ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കേരള സെൻട്രിക് ആയിട്ടുള്ള മദ്രസകൾ എടുക്കുകയാണെങ്കിൽ ഒരു 2.5 മില്യൺ 2.5 മില്യൺ കുട്ടികൾ ഈ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റൺ ചെയ്യുന്ന മോഡലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. കാരണം വെച്ചാൽ ഒരു ഗവൺമെൻറ് സപ്പോർട്ട് പോലും ഇല്ലാതെ 10,20,000-ലധികം മദ്രസകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് 365 ഡേയ്സിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ല, ഫുള്ളി ഒരു ക്രൗഡ് ഫണ്ടഡ് മോഡലാണ് നടക്കുന്നത്. ഇത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അസറ്റാണിത്. ഇത് മാത്രമല്ല, ഇത് ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം, ഇത് വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തുല്യതയില്ലാത്ത ഈ മോഡൽ ഏതൊരു മോഡലുകൾ വന്നാലും അതിന് കുറച്ച് പീരീഡ് കഴിഞ്ഞാൽ അതൊരു ഡിസ്ട്രക്ഷൻ മോഡലിലേക്ക് പോകുന്നു. അത് മദ്രസകൾക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് റീസെൻ്റ്ലി നമ്മൾ കാണുന്ന ട്രെൻഡുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മറ്റൊന്നുമല്ല, മദ്രസകളിലെ കണ്ടൻറ്റ് ആ സാധനങ്ങളിലൊന്നും കൂടുതൽ മാറ്റങ്ങൾ വരുന്നതല്ല. പക്ഷേ അവിടെ മാറ്റങ്ങൾ വരേണ്ടത് അതിന് മോഡ് ഓഫ് ഡെലിവറി, പെഡഗോജി, പിന്നെ കരിക്കുലം, ഇത്തരം മേഖലകളിൽ നല്ലൊരു രൂപത്തിൽ ഒരു പരിഷ്കരണങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മദ്രസ പ്രസ്ഥാനം ഒരു ഡിസ്ട്രക്ഷൻ മോഡലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് ഒരു പക്ഷേ കൂടുതൽ കാലമൊന്നും അതിന് ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു ബൈ 2030, ബിഫോർ 2035 ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് വേണമെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യാം. കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിയുടെ ഒരു അതിപ്രസരം, ഈ അതിപ്രസരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജനറേഷൻ സ്റ്റഡീസിനെ കുറിച്ച് പറയുന്ന ആളുകൾ 900 മുതൽ ഇങ്ങോട്ടുള്ള ജനങ്ങളൊക്കെ പല കാറ്റഗറി ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ മില്ലനിയൽ ഒരു ജെൻസി കാറ്റഗറിയിലേക്കാം. ഞാൻ ഒരു മില്ലനിയലിൻ്റെ തുടക്കക്കാരൻ അല്ലെങ്കിൽ ജനറേഷൻ എക്സിൻ്റെ അവസാനത്തിൽ വരുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൽഫ ജനറേഷൻ എന്നുള്ളതാണ് അവർ കാറ്റഗറൈസ് ജെൻസി കഴിഞ്ഞിട്ട് 2012 ശേഷം ജനിച്ച കുട്ടികൾക്ക് ആൽഫ ജനറേഷൻ എന്ന പേരുണ്ട്. ആ പേരിലെന്തോ ആവട്ടെ, പക്ഷേ ഇതിൻ്റെ ഈ കാറ്റഗറൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ അതിന് പ്രസക്തിയുണ്ട്. കാരണം വെച്ചാൽ ഇത് ഈ മൈൽ സ്റ്റോണുകളൊക്കെ ടെക്നോളജിയുടെ ഒരു വൻ മാറ്റങ്ങൾ വന്ന സ്ഥിതിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്ക് 2010 ശേഷമുള്ള വേണമെങ്കിൽ വിളിക്കാം. പിന്നെ ആപ്പിൾ ജനറേഷൻ iOS ഇങ്ങോട്ട് ശക്തമായി വരുന്ന സന്ദർഭത്തിലാണ് ഈ ജനറേഷൻ ആൽഫയുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മൾ വിളിക്കുന്നൊരു ഓമനപ്പേരുണ്ട്, ഡിജിറ്റൽ നേറ്റീവ്സ് എന്നാണ് വിളിക്കുന്നത്, ജനറേഷൻ ആൽഫ. അതുപോലെ തന്നെ 2-3 വർഷം കൊണ്ട് ഇനിയിപ്പം ഈ മദ്രസ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ വരാൻ പോകുന്ന കുട്ടികൾ ജനറേഷൻ ബീറ്റ എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അപ്പോൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പഠന രീതിയിൽ തന്നെ വലിയ ചേഞ്ചസ് ഉണ്ട്. നമുക്കൊക്കെ അറിയാം, നമുക്കിപ്പോൾ ഒരു ബുക്ക് കിട്ടും, ആ ബുക്ക് നമ്മൾ അതിങ്ങനെ പഠിച്ചിങ്ങനെ പോകും, അതൊരു മെമ്മറൈസേഷൻ രൂപത്തിലായിരുന്നു അതുണ്ടായിരുന്നത്. പക്ഷേ ഈ കുട്ടികൾ നിങ്ങൾ നോക്കുകയാണ്, അവർക്ക് മെമ്മറൈസേഷന് കൂടുതൽ താല്പര്യമില്ല. ഒരു റോട്ട് മെമ്മറൈസേഷൻ അതിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ള രൂപത്തിലാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ. അവർക്ക് അതിൽ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നാണ് പറയുക. നമ്മളൊക്കെ അങ്ങനെയല്ല, നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബൈ ഹാർട്ട് അടിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്തു വരിക്കുന്നു. ഇപ്പം അങ്ങനെയല്ല. ഈ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത അവർ ഇഷ്ടമില്ല എന്ന് തുറന്ന് പറയും. അപ്പം മദ്രസ പോകുന്നില്ല എന്നാൽ പോകുന്നില്ല, നിർബന്ധിച്ചിട്ട് കാര്യമില്ല, പോവില്ല. അടുത്ത ജനറേഷൻ ഒരു പക്ഷേ കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോകാൻ മതിയോ, നിർബന്ധിച്ചാൽ പോകാം. പക്ഷേ കൂടുതൽ വരുന്ന ജനറേഷൻ ഇനി അങ്ങനെ പോവില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ അവർ പോവില്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെയാണ് ട്രെൻഡ് പോകുന്നത് എങ്കിൽ മദ്രസ രംഗത്ത് വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ആക്ഷൻസ് എടുക്കണം എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് 2-3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മളെ കരിക്കുലം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ട്. അതിൽ പിന്നെ ഇൻഫർമേഷൻ ഷെയറിങ്ങിൻ്റെ അപ്പുറം ആ കാലം കഴിഞ്ഞു. കാരണം വെച്ചാൽ ഇപ്പോൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനൊരു മദ്രസയുടെ ആവശ്യമില്ല, അതിന് LLM മതി. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ഒരു LLM വെച്ചിട്ട് അതിന് ഒരു ആർട്ടിഫിഷ്യൽ ചാറ്റ് ബോട്ടോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഒരു ഏജൻറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. പക്ഷേ അവിടെ അപ്പോൾ ഇൻഫർമേഷൻ ഷെയറിങ്ങിൻ്റെ കാലം കഴിഞ്ഞു. ഇനി കുട്ടികൾക്ക് അറിയേണ്ടത്, കുട്ടികൾക്ക് കൂടുതൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് മാത്രമല്ല. ഇപ്പോൾ നമ്മൾ 21st സെഞ്ച്വറി എന്നൊക്കെ പറയുന്ന അവിടെ കൂടുതൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഓരോ ഇൻഫർമേഷൻ കിട്ടുമ്പോഴും കുട്ടികൾ അവിടെ കൂടുതൽ ആലോചിക്കുന്നുണ്ട്, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഴയ രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയും. പക്ഷേ ഇതിന് പുതിയ കുട്ടികൾ കിട്ടില്ല. അവർ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ആളുകളാണ്. അപ്പോൾ അവർക്ക് ആ ചോദ്യത്തിന് ആൻസർ കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചോദ്യത്തിന് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്തായാലും അതിന് ആൻറ്റി ആയിട്ട് മാറും. അപ്പോൾ അവർ മദ്രസയിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ലാതായി. അപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടത്. ഒന്ന്, കുട്ടികളും ഈ മെൻറ്റർമാർ അല്ലെങ്കിൽ ഉസ്താദുമാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ തന്നെ മാറ്റം വരേണ്ടതുണ്ട്. നമ്മൾ പണ്ടത്തെ പോലെ ഇപ്പം മദ്രസയിൽ അടിക്കുന്നൊന്നുമില്ല, സ്കൂളിലും അടിക്കുന്നൊന്നുമില്ല. പക്ഷേ അത് മാത്രം പോരാ. ഇപ്പം എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സിൻ്റെ പേര് തന്നെ മാറ്റാനായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കോലേണേഴ്സ് എന്നുള്ള രൂപത്തിലേക്ക് മാറണം. കാരണം ഈ കുട്ടികൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആയതുകൊണ്ട് ഇവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അധ്യാപകർക്ക് പഠിക്കാനുണ്ട്. അത് സ്കൂളിലായാലും മദ്രസയിലൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പം ചില സ്കൂളുകളൊക്കെ പേരെന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കോലേണേഴ്സ് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ മാറ്റങ്ങൾ എഡ്യൂക്കേഷൻ രംഗത്ത് വരുന്നുണ്ട്. ഇത് മദ്രസ രംഗത്തും ആപ്ലിക്കബിൾ ആണ്. ഇത് അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിടിച്ചേക്കാൻ കഴിയും, ഡിസ്ട്രക്ഷൻ മോഡലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ചർച്ച മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പം പ്രതിപാദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മദ്രസകൾ എന്ന് പറയുന്ന നേരം ശരിയേതാണ് തെറ്റേതാണ് എന്ന് ചിലപ്പം സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പറഞ്ഞു കൊടുത്തോളം ഒന്നും ഉണ്ടാവില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. ഇത് പലപ്പോഴും ആളുകൾ പഠിക്കുന്നത് ഒന്നുകിൽ വീട്ടിൽ നിന്നായിരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനത്തെ മത സംവിധാനങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ചർച്ചകൾ മദ്രസകൾക്ക് മാത്രമല്ല, ഏതെങ്കിലും മതപരമായിട്ടുള്ള പഠനങ്ങൾ അതല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുന്ന ഏത് സിസ്റ്റത്തിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ ഓവറോൾ ചർച്ചയിൽ വരാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം സാറ് പറഞ്ഞിരിക്കുന്ന ഈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഇൻഫർമേഷൻ ഷെയറിങ്. ഇപ്പോൾ അതൊന്ന് നമ്മൾ പറയുന്ന നേരം ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും നമുക്ക് ChatGPT-നോടോ ഫോൺ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു കുളിയുടെ ഫർളുകൾ എന്തൊക്കെയാണ്, ഈമാൻകാരി എന്തൊക്കെയാണ്, ഇതിനി പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിക്കൊള്ളണമെന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആവശ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരാൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താലോ ChatGPT-നോട് ചോദിച്ചാലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ സോഴ്സിലോ തിരിയാൻ പറ്റും.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഡിജിറ്റൽ ആവുന്നുണ്ട് കുട്ടികളൊക്കെ. കുട്ടികൾ വിഷ്വൽ ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആവുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പം നിങ്ങളൊരു അസൈൻമെൻറ്റ് കുട്ടികളോട് എഴുതി കൊണ്ടുവരാൻ പറയുന്നുണ്ട്, അതനുസരിച്ച് കുട്ടികളോട് ഒരു വീഡിയോ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുന്നുണ്ടെങ്കിൽ കുട്ടികൾ രണ്ടാമത്തായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ ഡിജിറ്റൽ ആവുന്നതോട് കൂടിയിട്ട് കുട്ടികൾക്ക് വലിയ മാറ്റങ്ങൾ വരുന്നില്ലേ ഈ ഒരു ഏജിൽ? തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഈ നമ്മളിപ്പം ഡാറ്റ യുഗത്തിലാണ് ജീവിക്കുന്നത് പറയല്ലോ. അപ്പോൾ ഈ ഡാറ്റയുടെ ഒരു ഇതും കൂടി നമ്മൾ ഒരു പ്രോസസ്സും കൂടി നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും. ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇൻഫർമേഷനായിട്ട് മാറുന്നത്. ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോളജായിട്ട് മാറും. നോളജ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിസ്ഡം, ഹിക്മ എന്ന് ഖുറാനൊക്കെ പ്രയോഗിക്കുന്ന അതിലേക്ക് മാറും. അപ്പോൾ ഈ ഒരു സ്റ്റേജ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമില്ല. ഇതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കാര്യം ഞാൻ കാണാതെ പഠിക്കുന്നു, മദ്രസയിൽ പോയിട്ട് കാണാതെ പഠിക്കുന്നു. ഒരു പക്ഷേ ആ വർഷം എക്സാമിൽ നല്ല മാർക്ക് കിട്ടാൻ എനിക്കത് ഉപയോഗപ്പെട്ടേക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ പ്രാവർത്തികമായിക്കൊള്ളുന്നില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മദ്രസ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സാമിൽ മാർക്ക് കിട്ടാനുള്ളതല്ലല്ലോ, സർട്ടിഫിക്കറ്റിനും അല്ല അവിടെ വാല്യൂ. അവൻ്റെ ജീവിതം, അവൻ്റെ ക്യാരക്ടർ ഷേപ്പിംഗ് എന്നുള്ളതാണ്. ആ ക്യാരക്ടർ ഫോർമേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നമ്മൾ ടെക്നോളജിയെ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടെക്നോളജിയിൽ തന്നെ എവല്യൂഷൻ, പ്രത്യേകിച്ച് എട്ടെക്കിൻ്റെ ഒരു എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ എട്ടെക് 1.0, എട്ടെക് 2.0, എട്ടെക് 3.0. ഇപ്പോൾ കറൻ്റ്ലി എട്ടെക് 3.0 ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ടെക്നോളജീസ്. അപ്പോൾ എഡ്യൂക്കേഷൻ 1.0, എട്ടെക് 1.0 എന്തായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്? അവൈലബിലിറ്റി ഓഫ് ഡാറ്റ ആയിരുന്നു, അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ. അവിടെയാണ് ഈ വെബ് പോർട്ടലുകൾ, മൂക്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ വന്നത്. അത് നെക്സ്റ്റ് ലെവലിൽ പോയപ്പോൾ എഡ്യൂക്കേഷൻ 2.0, എട്ടെക് 2.0 എന്ന് പറഞ്ഞ സാധനത്തിൽ വന്നു. അവിടെ കൂടുതൽ ഇൻ്ററാക്ടിവിറ്റി ആയിരുന്നു, ഒരു ഇൻ്ററാക്റ്റീവ് ലേണിംഗ്. അവിടെയാണ് നമ്മളെ സൂം, പിന്നെ അതുപോലെ ഗൂഗിൾ മീറ്റ്, ടീംസ് ഒക്കെ പ്രസക്തമായിട്ട് വന്നത്. പിന്നെ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി അതിലേക്ക് കടന്നു വന്നപ്പം എട്ടെക് 2.0 അതിലേക്ക് എത്തി. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും വിട്ടു എട്ടെക് 3.0ലാണ്. എട്ടെക് 3.0ൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ മോർ ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണലൈസേഷനാണ്. അപ്പോൾ ഈ പേഴ്സണലൈസേഷനിലേക്ക് വരുമ്പം തന്നെ നമ്മൾ നോക്കിയാൽ മദ്രസ എഡ്യൂക്കേഷൻ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പേഴ്സണലൈസേഷൻ അവിടെ ആവശ്യമുണ്ട്. ഏതുപോലെ ജനറിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒരു ഫർള് അതിനായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പഠിച്ചിരിക്കേണ്ട എല്ലാ വിഷയങ്ങളും കോമൺ ആയിട്ട് തന്നെ എല്ലാം പഠിക്കണം. പിന്നെ അവൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവന് സ്പെസിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ അതിന് അവനൊരു നല്ലൊരു മെൻറ്റർ അവന് കിട്ടണം. ഒരുപാട് ഡൗട്ടുകൾ അവന് വന്നേക്കാം. ആ ഡൗട്ടുകൾ ഒരു പക്ഷേ അവൻ പ്രത്യക്ഷത്തിൽ ചോദിക്കാം, ഉസ്താദിനോട് ചോദിക്കാം. ഉസ്താദിൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഇപ്പുറത്ത് ചോദിക്കാൻ പോകുന്നത് ചാറ്റ് GPT അടുത്താണ്. അപ്പോൾ ചാറ്റ് GPTയുടെ അടുത്ത് അവിടെ ചോദിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ജെമിനിൻ്റെ അടുത്ത് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഇവനെ ഇത് പിന്നെ തെറ്റായും പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, ശരിക്കുള്ള ഇൻഫർമേഷൻ കൊടുക്കാനും ഇവിടെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് അവിടുന്ന് നോളജ് ഒരു പക്ഷേ അവിടുന്ന് കിട്ടും, ഇൻഫർമേഷൻ അവിടുന്ന് കിട്ടും. പക്ഷേ മദ്രസ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. നമ്മൾ മദ്രസ എഡ്യൂക്കേഷൻ എന്താണ്? വിസ്ഡമാണ്, ഹിക്മ എന്നൊക്കെ ഖുർആൻ പ്രയോഗിച്ചൊരു വാക്കുണ്ട്, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കൊടുക്കാൻ ഒരു പിന്നെ ചാറ്റ് ബോട്ടിന് കഴിഞ്ഞോളന്നില്ല. നോളജ് വരെ കൊടുക്കാൻ പറ്റും. ആ ലെവൽ അവിടെയാണ് മദ്രസയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്, ഹിക്മയിലേക്ക് കൊണ്ടുപോകാൻ. അവിടെയാണ് ഉസ്താദുമാരുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ടീച്ചർ അല്ലെങ്കിൽ ട്യൂട്ടർ ആസ് എ മുറബി എന്നുള്ള റോളിലേക്ക് ഒരു ഉസ്താദ് മാറുന്നു, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റാൻ കഴിയുമോ, അവിടെയാണ് മദ്രസയുടെ പ്രസക്തി ഉള്ളത്. അല്ലാത്ത മദ്രസകൾക്ക് ഇനി എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും? ഇൻഫർമേഷൻ മാത്രം ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നോളജ് മാത്രം ഷെയർ ചെയ്തുകൊണ്ട് ഇനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ നോക്കും എന്ന് എനിക്കറിയില്ല. കാരണം അതൊരു ക്വസ്റ്റ്യൻ ചിഹ്നമായിട്ട് ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷെ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ അവിടെയാണ് ഈ പുതിയ ടെക്നോളജിയുടെ അഡാപ്റ്റബിലിറ്റി. ഇപ്പം നമ്മൾ എട്ടെക് 3.0 ഇപ്പോൾ നടക്കുന്നത്, പേഴ്സണലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആഗ്രഹിക്കുകയാണ് എട്ടെക് 3.0യിൽ നിന്ന്, അതായത് ഈ പേഴ്സണലൈസേഷനിൽ എട്ടെക്കിൽ നിന്ന് AI മാറിയത്. അതിപ്പോൾ ഒക്കെ AI ടൂൾസ് വന്നു, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ എട്ടെക് 4.0 എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന അതൊരു മോറൽ എട്ടെക് എന്നുള്ളതിലേക്ക് മാറിയിരുന്നെങ്കിൽ എത്രത്തോളം നന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ് അങ്ങനെ മോറൽ എട്ടെക് എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിമിൻ്റെ മാത്രമല്ല, എല്ലാ മനുഷ്യരാശിക്കും മൊറാലിറ്റി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ മോറൽ എട്ടെക്കിലേക്ക് ഇനി ടെക്നോളജി നമ്മൾ എതിർക്കുകയല്ല, ടെക്നോളജിയെ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ടെക്നോളജിക്ക് ഹ്യൂമണേക്കാൾ പവർ അവിടെ കൊടുക്കരുത്, ഹ്യൂമണേക്കാൾ പ്രസക്തി അവിടെ ഉണ്ടാവരുത്. അത് ഉണ്ടാകുമ്പോൾ അത് ഹ്യൂമൻ്റെ ഡിഗ്നിറ്റിയെ അത് ബാധിക്കും. അത് വലിയൊരു ക്വസ്റ്റ്യൻ, അത് വലിയൊരു ചോദ്യചിഹ്നം മാനവരാശിക്ക് അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഈ മദ്രസകൾ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്തത്. അതൊരു മോറൽ എട്ടെക്കിലേക്ക്, വെറും എട്ടെക്കിലേക്ക് മദ്രസ മാറരുത്, മോറൽ എട്ടെക്ക് മാറും. അതെങ്ങനെ ഡ്രൈവ് ചെയ്യുമെന്നുള്ളത് വളരെ പ്രസക്തമായിരിക്കുന്ന
ചോദ്യമാണ്. ഈ പറഞ്ഞതിലൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്, എല്ലാ മദ്രസ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കുറേ കണ്ടന്റ് കിട്ടുക എന്നുള്ളതിലുപരിയായിട്ട് അവർക്ക് ആവശ്യമുള്ളത് 1-on-1 മെൻറ്റർഷിപ്പ് ആയിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ തരീഖത്തിലൊക്കെ പറയാറുണ്ട്, അവർക്ക് ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് തന്നെ ആണല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉസ്താദ് ചെയ്തു കൊടുക്കേണ്ട ഒരാളെ നോക്കിയിട്ട് അയാളുടെ സാഹചര്യവും സ്ഥിതിയും മനസ്സിലാക്കിയിട്ടാണല്ലോ ഫത്വയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമുക്ക് മദ്രസകളിൽ ഇതിപ്പം സ്കൂളുകളിലൊക്കെ ഈ പേഴ്സണലൈസേഷൻ നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഓരോ വ്യക്തിക്ക് അനുസരിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസത്തെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്ന രീതികളിലേക്ക് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് മദ്രസകളിൽ സാർ ഈ പറഞ്ഞ കാര്യം, ഓരോ കുട്ടിയുടെയും കാര്യങ്ങൾ പേഴ്സണലൈസ് ചെയ്യുന്ന രീതികളെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? അതിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മളുടെ കരിക്കുലത്തിലും പെഡഗോജിയിലുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഇപ്പോൾ ആളുകൾ കരിക്കുലവും സിലബസും ബുക്കും ഒക്കെ ഒന്നാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ അത് ഡിഫറെൻ്റ് ആണ്. അതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ വിദഗ്ധരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡിഫറെൻ്റായ ആൻസറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മദ്രസയിൽ പോയിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് നമ്മൾ ഒരു ചാപ്റ്റർ എടുത്തു കൊടുക്കുന്നു. അത് ലൈവായിട്ട് തന്നെ പിന്നെ ടീച്ചേഴ്സ് എടുത്തു കൊടുക്കുന്നു. അത് കാണാതെ പഠിച്ചു വരുന്നു, പരീക്ഷ എഴുതി പാസ്സാവും. ഇതാണല്ലോ ഒരു ട്രഡീഷണൽ വേ ഓഫ്. അതിൽ നിന്ന് മാറിയിട്ട് ആ ലൈവായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കിട്ടണം. അതോടൊപ്പം തന്നെ ഇവർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറേ ആക്ടിവിറ്റീസ് വേണം, കുറേ കേസ് സ്റ്റഡീസ് വരണം, കുറേ പ്രോജക്റ്റുകൾ വരേണ്ടതുണ്ട്. അപ്പോൾ ഇത് അതോടൊപ്പം തന്നെ ഈ എഡ്യൂക്കേഷൻ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആവണം. അത് എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആവാതെ ഔട്ട്കം ബേസ്ഡ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടേണ്ട ഔട്ട്കം എന്താണ്, എന്തൊക്കെ ഉപകാരമാണ് അതുകൊണ്ട് കിട്ടുക എന്നുള്ളത് പറയാം. അത് അതിൽ നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ മദ്രസയുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് കിട്ടേണ്ടത് എന്തൊക്കെയാണ്? ഇൻഫർമേഷൻ കിട്ടേണ്ടതുണ്ടാവും, നോളജ് കിട്ടേണ്ടത്. പക്ഷേ കുട്ടിയുടെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യേണ്ടതുണ്ടാവും. ഇപ്പോൾ മദ്രസയാണെന്നെങ്കിൽ ഒരു മുസ്ലിം കുട്ടിക്ക് 1-ാം ക്ലാസ്സിൽ നിന്ന് കിട്ടേണ്ട ഔട്ട്കം എന്താണെന്ന് ഒരുപക്ഷെ നമ്മളെ കരിക്കുലത്തിൽ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദിന് ഒരു പക്ഷേ ഇതിൻ്റെ ട്രെയിനിങ് പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് ആ ഔട്ട്കം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവില്ല. ഉസ്താദ് ചിലപ്പോൾ അക്ഷരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു അൺസ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും പോകുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്ലോക്ക് അനുസരിച്ച് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഈ ബുക്ക് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പല ആളുകൾക്കും അത് പറയാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ അവിടെയാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഔട്ട്കത്തെ കുറിച്ചിട്ട് വ്യക്തമായ ബോധ്യം ഉണ്ടാവണം. അവനെ കുട്ടിയെ അസസ് ചെയ്യേണ്ടതും ഒരു അരക്കൊല്ല പരീക്ഷയോ ഒരു കൊല്ല പരീക്ഷയോ നടത്തിയിട്ടല്ല, കുട്ടിയെ ഒരു കണ്ടിന്യൂസ് അസസ്മെൻറ്റിലേക്ക് ഉണ്ട്. അപ്പോൾ അസസ്മെൻറ്റ് സിസ്റ്റവും മാറ്റേണ്ടതുണ്ട്. കാരണം ഈ മാർക്ക് കിട്ടിയിട്ട് നമ്മൾ സിവിൽ സർവീസ് ചെയ്താൽ പോകല്ലോ ചെയ്യുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തെയാണ് ഇത് മാറ്റി തിരുത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അസസ്മെൻറ്റ് പ്രത്യേകിച്ച് മദ്രസയുടെ അസസ്മെൻറ്റ് കുട്ടിയുടെ ആ മോറൽ ചേഞ്ചസ് ഇങ്ങനെ മോണിറ്റർ ചെയ്യാൻ കഴിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്തു, അപ്പോൾ ആ ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഇന്ന ഔട്ട്കമാണ്. അത് പക്ഷേ ഒരു ആക്ടിവിറ്റി ചെയ്തു, ഒരു പക്ഷേ എനിക്കത് അപ്ലിക്കബിൾ ആയിരിക്കും, നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി കൊണ്ട് വലിയ ഉപകാരം കിട്ടിക്കണമെന്നില്ല. അപ്പോൾ അവിടെയാണ് നേരത്തെ പറഞ്ഞ പേഴ്സണലൈസേഷൻ്റെ ഇതിൽ ആക്ടിവിറ്റി നിങ്ങൾക്ക് തരേണ്ട ആക്ടിവിറ്റി വേറൊരു ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ ഒരു പൂൾ ഓഫ് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടാവണം, ഓരോ കുട്ടിക്ക് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പല കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് മഹാന്മാരുടെ കേസ് സ്റ്റഡീസ് നമുക്കുണ്ട്, ഒരുപാട് ആശയങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്ന കേസ് സ്റ്റഡീസ് നമുക്ക് റെഫർ ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രോജക്റ്റുകളും കൊണ്ടുവരേണ്ടത് മദ്രസയിൽ. ഈ പ്രൊജക്റ്റ് ചെയ്തു വരുമ്പോൾ കുട്ടിക്ക് അതിനെക്കുറിച്ചുള്ള നല്ലൊരു ബോധ്യം ഉണ്ടാവും. അതിങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്ന സന്ദർഭത്തിൽ കുട്ടിക്ക് ഒരുപാട് ലേണിങ്സ് അവിടെ കിട്ടും. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ജൂൺ 5 നമ്മളെ പരിസ്ഥിതി ദിനമായിരുന്നു. ഈ പരിസ്ഥിതി ദിനത്തിന് നമ്മൾ ജസ്റ്റ് അവിടെ നമ്മളെന്താ പറഞ്ഞു മരം നടണം എന്നേ പറയുന്നുള്ളൂ. നേരെ മറിച്ച് ഈ മരം എന്തിനു നടണം എന്നുള്ള കുട്ടിക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള പ്രോജക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടിക്ക് അതിൻ്റെ കൂടുതൽ ഇൻസൈഡിലേക്ക് പോകാൻ കഴിയും. അത് ചെറിയ പ്ലാന്റുകൾ വെച്ച് തന്നെ തുടങ്ങിയാൽ മതിയോ, അത് ഇവോൾവ് ചെയ്ത് വരുന്നതും ഇതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അപ്പോൾ ആ പ്രോജക്റ്റിന് ഇന്ന ഔട്ട്കം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ട പ്രോജക്റ്റുകൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് ഔട്ട്കമാണ് ഈ കുട്ടിക്ക് ഉണ്ടാവേണ്ടത് നമുക്ക് ആദ്യം ഡിഫൈൻഡ് ആവണം. എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ അവിടെ കൊടുത്തു വരേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടി ഇതിലൂടെ കടന്നു പോകും. അപ്പോൾ അവൻ ഫീൽ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. ആ എക്സ്പീരിയൻസ് അത് അവൻ്റെ ക്യാരക്ടർ ബിൽഡിങ്ങിനെ അത് സ്വാധീനിക്കും. അങ്ങനെ ഇതിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ മദ്രസ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ ഷെയറിങ്ങിനെയൊക്കെ അപ്പുറത്ത് അത് ആക്ടിവിറ്റീസും കേസ് സ്റ്റഡീസും പ്രോജക്റ്റുകളും കണ്ടിന്യൂസ് അസസ്മെൻറ്റുമായിട്ട് മാറും. ഈ കണ്ടിന്യൂസ് അസസ്മെൻറ്റായിട്ട് മാറുമ്പോൾ എന്താ വെച്ചാൽ അവിടെയാണ് ശരിക്കും മെൻറ്ററിങ് നടക്കപ്പെടുക. കുട്ടിയെ ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റുന്നു. കുട്ടിയുടെ ആ ഇവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഗ്രോത്ത് ഉസ്താദിന് അല്ലെങ്കിൽ ടീച്ചർക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്.
അപ്പോൾ അവിടെ എവിടെയൊക്കെയാണോ കറക്റ്റ് ചെയ്യേണ്ടത്, ചില സ്ക്രൂകളൊക്കെ അങ്ങനെ അവിടെ ലൂസായി കിടക്കുന്നുണ്ട്, ആ സ്ക്രൂകളൊക്കെ ചിലപ്പോൾ ലൂസാക്കി കൊടുക്കുക, ടൈറ്റ് ആക്കേണ്ടി വരും. ചിലതൊക്കെ ടൈറ്റായി കിടക്കുന്നുണ്ടാവും, അവിടെ അത് ലൂസാക്കേണ്ടി വരും. അത് ഇങ്ങനെ കുട്ടിയെ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുമ്പോൾ വരാം. അതിനെയാണ് കണ്ടിന്യൂസ് അസസ്മെൻറ്റ്. അപ്പം ഇയർലി എക്സാമൊക്കെ നടന്നോട്ടെ, പക്ഷെ അതിലൊതുക്കരുത്. മദ്രസയുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ ഓരോ സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴും അവിടെ എന്താണ് ഔട്ട്കം വരേണ്ടത്, ഈ ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആ ട്രഡീഷണൽ വേ ഓഫ് അതിനെ തന്നെ ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പുതിയ കാലത്തും പിന്നെ അപ്ലിക്കബിളായി കൊണ്ടുപോകാൻ കഴിയും. പിന്നെ അവിടെ കുറച്ച് ടെക്നോളജി കൊണ്ടുവരണമെന്ന് മാത്രം. ടെക്നോളജി കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അവിടുന്ന് നെറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. ആ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഓരോ കുട്ടിക്കും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോജക്റ്റുകളൊക്കെ പ്ലാൻ ചെയ്യാൻ നമുക്ക് കഴിയും. അതാണ് അവിടെയാണ് ആ ടെക് എനേബിൾമെൻറ്റിൻ്റെ ഒരു ഇതുള്ളത്. ആ ഫുള്ളി ടെക്നോളജി കൊണ്ടുവന്നിട്ട് ഇതൊരു ടെക് മദ്രസ ആക്കണം അല്ലെങ്കിൽ ഓൺലൈൻ മദ്രസ ആക്കണം എന്നല്ല നമ്മൾ ചെയ്യേണ്ടത്. ടെക് എനേബിൾമെൻ്റ് ആണ് ആവശ്യം. ഇതിൽ രണ്ട് കാര്യമാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് പ്രധാനമായിട്ടും സംശയം ഉണ്ടാവുക. ഒന്ന്, മദ്രസ എന്ന് പറയുന്ന 1.5 മണിക്കൂറല്ലേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കൊണ്ടുവരാൻ കഴിയുമോ? അതൊന്ന്. രണ്ടാമത്തത്, ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൽ ടെക്നോളജി ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ആ രണ്ടാമത്തെ പാർട്ടിൽ ഒന്ന് സാർ എലാബറേറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ കോൺസെപ്റ്റാണ് തിരുത്തേണ്ടത്. മദ്രസ 1.5 മണിക്കൂർ കിട്ടുന്നത് നമുക്കവിടെ മുന്നിൽ കിട്ടുന്നേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ലൈവായിട്ട് നമുക്ക് കിട്ടുന്ന 1.5. കുട്ടിക്ക് സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇവിടെ പഠിച്ചത് വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യേണ്ട സ്ഥലമാണ്. അപ്പോൾ അവിടെയും മദ്രസ നടക്കേണ്ടതുണ്ട്. ഉസ്താദ് അവിടെ ഇല്ലാന്നേ ഉള്ളൂ, മദ്രസ അവിടെ നടക്കേണ്ട, ഓഫ്ലൈൻ മദ്രസ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ അഭാവത്തിൽ മദ്രസ അവിടെ നടക്കുന്നത്. അത് നടക്കണമെന്നുണ്ടെങ്കിൽ അത് ബുക്ക് വായിക്കുക എന്നുള്ളതല്ല. കുട്ടി മദ്രസയിൽ നിന്ന് പോകുമ്പോൾ ആക്ടിവിറ്റീസ് കൊടുത്തു വിടണം. ഹോംവർക്ക് എന്നൊന്നും ഞാൻ അതിനെ വിളിക്കുന്നില്ല, ആക്ടിവിറ്റീസ് കൊടുത്തു വിടണം. കുട്ടിയുടെ ആ ജീവിതത്തിൽ വരാവുന്ന കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തുകൊണ്ട് ആക്ടിവിറ്റീസ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടിയോട് എന്തെങ്കിലും പുതിയ ഒരു കേസ് സ്റ്റഡിയെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യാനോ അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ത്രൂ ഔട്ട് മദ്രസയാണ് പഠിക്കുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ അല്ല അടങ്ങി, 1.5 മണിക്കൂർ നമുക്ക് മുന്നിൽ കിട്ടുന്ന സമയമാണ്. അത് മാത്രമല്ലോ, അതോടൊപ്പം തന്നെ കുട്ടിയെ റിസർച്ചിന് വിടാൻ പറ്റും. അതായത് ഒരു ഉസ്താദിനൊരു ടോപ്പിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയൊക്കെ പിന്നെ ഇൻ്റർനെറ്റൊക്കെ അവൈലബിൾ ആയ കുട്ടിയാണ്. ഈ കുട്ടിയോട് ഇത് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞാൽ കുട്ടി എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ അവന് സമയം നമുക്ക് കൂട്ടിയെടുക്കാൻ കഴിയുകയാണല്ലോ. അവിടെയാണ് നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളത്. രണ്ടാമത്തെ നിങ്ങൾ വിഷയം ഒന്നുകൂടി ചോദിച്ചത്, ഇതിനെ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്താം? അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. അത് ഓരോ കേസ് ടു കേസ് പോലെയാണ്. ഇപ്പോൾ ഞാനൊരു ജനറിക് ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മുമ്പൊക്കെ കാലത്ത് നമ്മൾ ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവക്കാരായി പറഞ്ഞിരുന്നത് ഈ ടാക്സി ഡ്രൈവർമാരായിരുന്നു. പഴയ കാലത്തൊക്കെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ അങ്ങാടിയിലേക്ക് വിടുമ്പം തന്നെ അന്ന് ജീപ്പുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ടാക്സി ഡ്രൈവർമാരാവുക, അതിൻ്റെ ക്ലീനറാവുക എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒരു വേറൊരു രൂപത്തിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല മനുഷ്യന്മാരായിരുന്നു, പക്ഷേ എന്നാലും അങ്ങനത്തെ ഒരു കാറ്റഗറി കണ്ടിരുന്നായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ടാക്സി ഡ്രൈവർമാരുടെ സിസ്റ്റം, അവരുടെ സ്വഭാവം മോശമാണ് എന്നുള്ള രൂപത്തിൽ സമൂഹം മുമ്പ് വിലയിരുത്തിയിരുന്നു. പക്ഷേ ആ ആളുകളെ ടെക് ഉപയോഗിച്ച് മാറ്റി. നിങ്ങൾ നോക്കൂ, ഊബർ, ഒല പോലെയുള്ള കാറുകൾ വന്നു, ഈ ടാക്സി സിസ്റ്റം വന്നു. ടാക്സി സിസ്റ്റം വന്നപ്പോൾ അവരെന്താണ് ചെയ്തത്, ഈ ഏറ്റവും നല്ല ഡ്രൈവർമാർ, ഏറ്റവും നല്ല കസ്റ്റമർ കെയർ ഊബറിന് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരൊരു ഫീഡ്ബാക്ക് സിസ്റ്റം കൊണ്ടുവന്നു. ഒരു റേറ്റിംഗ് സിസ്റ്റം, സ്റ്റാർ 1, സ്റ്റാർ 2, അങ്ങനെ ഒരു 5 സ്റ്റാർ സിസ്റ്റം വരെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് കസ്റ്റമർ ഇവിടെ ഇവരെ റേറ്റ് ചെയ്യാൻ തുടങ്ങി. 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ എന്നുള്ള 5 സ്റ്റാർ ഉള്ള കസ്റ്റമേഴ്സിന് നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓരോ ടാക്സി ഡ്രൈവർക്കും എനിക്ക് 5 സ്റ്റാർ കിട്ടണമെന്നുള്ള ആഗ്രഹം അവർക്ക് വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, അതിനനുസരിച്ച് അവരുടെ സ്വഭാവം മാറ്റി കസ്റ്റമറോട് നല്ല രൂപത്തിൽ അവർ പെരുമാറാൻ തുടങ്ങി. അത് അവരുടെ സ്വഭാവത്തെ മാറ്റി വന്നു. ഇവർക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. അങ്ങനെയുള്ള ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ ടെക്നോളജി വെച്ച് മാറ്റിയൊരു മാറ്റാണിത്. അപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ബോക്സ് പോകണം. ഔട്ട് ഓഫ് ബോക്സ്, ഇപ്പോൾ ഈ സ്റ്റാർ റേറ്റിങ്ങുകൾ കൊണ്ട് നമ്മൾ ഈ ടാക്സി ഡ്രൈവർമാരുടെ സ്വഭാവത്തെ മാറ്റാൻ, അത് ടെക് എനേബിൾഡ് മാറ്റമാണ്. ജസ്റ്റ് ഒരു സ്റ്റാർ റേറ്റിംഗേ കൊടുക്കുന്നു, പക്ഷേ ടെക് എനേബിൾമെൻ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ മദ്രസ എഡ്യൂക്കേഷൻ നമുക്ക് കൊണ്ടുവരാം. ക്യാരക്ടർ ബിൽഡിങ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നല്ല റിസർച്ച് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ഇപ്പോൾ വലിയവരെ കാണുമ്പോൾ ബഹുമാനിക്കണം എന്നുള്ളത് ഒരു കുട്ടിയെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ബഹുമാനിക്കണം എന്ന് പറഞ്ഞ കുട്ടീൻ്റെ മുന്നിൽ നിന്ന് ബഹുമാനം വരില്ല. ഒരു പക്ഷേ ഉസ്താദിന് വേണ്ടി ബഹുമാനിച്ചേക്കാം, പക്ഷേ അത് ഒരു ആക്ടിവിറ്റിയിൽ കൂടിയാണ് ബോധ്യപ്പെട്ടത്, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊജക്റ്റിൽ കൂടി അവന് ബോധ്യപ്പെട്ടതെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ അത് പോവില്ല, അത് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെയാണ് ക്യാരക്ടർ ബിൽഡിങ്ങിൽ ടെക്നോളജി ഉപയോഗപ്പെടുത്താൻ പറ്റുക. ഇതിനൊന്നുകൂടെ ഇപ്പോൾ ടെക്നോളജീനെ നമ്മൾ ക്യാരക്ടർ ബിൽഡിങ്ങിൽ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നേരം, ഇപ്പം ഈ എക്സാമ്പിൾ തന്നെ പറയാം, ഒരു മുതിർന്നവരെ ബഹുമാനിക്കണം, അതല്ലെങ്കിൽ മാതാപിതാക്കളോട് സ്നേഹം വേണം, അവരെ കെയർ ചെയ്യണം.
ഈ സാധനത്തെ ഒരു മദ്രസാധ്യാപകൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന നേരം ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നത്? ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആദ്യം നമുക്ക് നമ്മളിതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യണം. ഈ ഒബ്ജക്റ്റീവിൽ നിന്ന് എന്ത് ഔട്ട്കമാണ് രൂപപ്പെടേണ്ടത് എന്ന് നിശ്ചയിക്കണം. എന്നിട്ട് നമ്മൾ അതിനെ റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്യണം. ഈ സാധനത്തിൽ ഈ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടേണ്ടത്. ആ ഒരു റിസൾട്ട് കിട്ടാൻ ഞാൻ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ ഒരു വൺ ഫിറ്റ് ഫോർ ഓൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതായത് പിന്നെ എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. എനിക്ക് വർക്കൗട്ട് ആവുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് വർക്കൗട്ട് ആയിക്കൊള്ളുന്നില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സണലൈസേഷൻ്റെ ഇത് വരുന്നത്. അപ്പോൾ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ രൂപപ്പെടുത്തേണ്ടതില്ല. ഒരു ജനറിക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ജനറിക് എക്സാമ്പിൾ ഇപ്പം ഈ ഊബറിൻ്റെ കേസ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഈ ഓരോ കുട്ടിക്കനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത് വരികയാണ് വേണ്ടത്. അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഡിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് തരും, അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ നമ്മളതിന് ഫെയിലിയർ ആയിട്ട് കാണും. ആക്ച്വലി അത് ഫെയിലിയർ അല്ല, അത് നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. അത് എഡ്യൂക്കേഷനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഗ്രൂപ്പ് എഡ്യൂക്കേഷന്, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ, ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം കാണാം. ഗ്രൂപ്പ് എഡ്യൂക്കേഷന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അത് ഇവിടെയും അപ്ലിക്കബിൾ ആണ് ഈ കേസിൽ. അപ്പോൾ ഒരു ജനറിക് കേസ് ഞാൻ ജനറിക് കേസ് ഇപ്പം പറഞ്ഞത് ഇപ്പം ഊബറിൻ്റെ കേസാണ്. അതുപോലെ കുട്ടിയുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ഇത് ഓരോ കുട്ടിക്കനുസരിച്ചാണ് ഡിഫൈൻ ചെയ്ത് വേണ്ടത്. അവിടെയാണ് കസ്റ്റമൈസേഷൻ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ടെക്നോളജി ഉപയോഗപ്പെടുത്തുക. ഇത് നല്ല നമ്മൾ ഇതൊക്കെ ബ്രെയിൻ സ്റ്റോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ChatGPT കൂടെ ഇരുന്നാൽ മതി, ജെമിനിയുടെ കൂടെ ഇരുന്നാൽ മതി. പക്ഷേ അത് ഫൈൻ ട്യൂൺ ചെയ്യാൻ നമുക്കറിയണം. നമ്മൾ അതിനെക്കുറിച്ച് ഫൈൻ ട്യൂൺ ചെയ്യുക എന്നുള്ളിടത്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇത് കേൾക്കുന്ന മുഅല്ലിമീങ്ങൾ ചിലപ്പം നമ്മൾ പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് കണ്ടെത്തിയേക്കും. കാരണം അവർക്ക് 1.5 മണിക്കൂറാണ് ജോലിയുള്ളത്. അപ്പോൾ അവർ ആ ജോലി കഴിഞ്ഞിട്ടും വീട്ടിൽ പോയിട്ടും ഇത്രയും കാര്യങ്ങൾ ഫോളോ അപ്പും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അവരുടെ ജോലി ഭാരം കൂടുമോ? അവർക്കതിനനുസരിച്ചുള്ള റെമ്യൂണറേഷനും കാര്യങ്ങളൊന്നും ഏതായാലും സമൂഹം കൊടുക്കുന്നില്ല. അവരിപ്പോൾ പല ജോലികളും അന്വേഷിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പുറമെ. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചിനെ കുറിച്ച് എന്താ പറയുന്നത്? അവിടെ നമ്മൾ നോക്കേണ്ടത് ഈ എഡ്യൂക്കേഷൻ, ട്യൂട്ടറിങ്, ഉസ്താദ് എന്നൊക്കെ ഉള്ളത് അത് ഒരു ജോലിയേക്കാൾ അപ്പുറമാണ്. ഇതൊരു പാഷൻ ആണെങ്കിലാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേരള സാഹചര്യമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ആളുകൾ ജോലിയെ തന്നെ പല കാറ്റഗറി, ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ വലിയ പൊസിഷനായിട്ട് ആദ്യം കണ്ടിരുന്നത്. ഇപ്പോൾ ടീച്ചറൊക്കെ അതിൻ്റെ താഴെ വന്നിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഫിൻലാൻഡ് ഏരിയകൾക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചർക്കും ഡോക്ടർക്കും ഒക്കെ ഒരേ വിലയാണ്. ഒരുപക്ഷെ ടീച്ചർക്ക് അതിനേക്കാൾ വിലയുണ്ട് അവിടെ. അപ്പോൾ എങ്ങനെയാണ് ആ വില കിട്ടിയത്? ടീച്ചർ ആസ് എ മെൻറ്റർ. അത് അവരുടെ പാഷൻ ഡ്രിവനാണ്. ജോലിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു ഫീൽഡല്ല. ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു മദ്രസ അധ്യാപകനായത് എന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും ആ പോർഷൻ തീർക്കുക, എന്നിട്ട് പോരുക, വേറെ ജോലിക്ക് പോവുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒബ്ജക്റ്റീവ്. അവിടെ എത്രത്തോളം മാറ്റം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ പറഞ്ഞ പ്രശ്നം വരും. അത് ഓവർലോഡറായി തോന്നും. നേരെ മറിച്ച് ഒരു ടീച്ചർ ആസ് എ മെൻറ്റർ, ടീച്ചർ ആസ് എ മുറബി, ആ ഒരു റോളിലേക്ക് ഒരാൾ വളർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഈ ഓവർലോഡ് ഫീൽ ചെയ്യില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാലോ പഴയ കാലത്തെ ഉസ്താദുമാരും പുതിയ കാലത്തെ ഉസ്താദുമാരും ഞാൻ കമ്പയർ ചെയ്യല്ലോ കേട്ടോ. അത് നോക്കുന്ന സമയത്ത് ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ പറയുന്നത് ബറക്ക ഒരു പക്ഷേ മുമ്പുള്ള ഉസ്താദുമാർക്ക് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കാരണം ഒരു പക്ഷേ അവരുടെ പാഷനായിരുന്നു, ഇൽമിനോടുള്ള ബഹുമാനമായിരുന്നു എന്നുള്ളതായിരിക്കും. ഇപ്പോഴുള്ള ഉസ്താദുമാർക്ക് അത് ഉണ്ട് കേട്ടോ, ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഇതിൻ്റെ സ്കെയില് കൂടിയ സന്ദർഭത്തിലും ആളുകളുടെ റിക്വയർമെൻറ്റ് രണ്ടും കൂടിയ സന്ദർഭത്തിലും സ്വാഭാവികമായിട്ട് നമ്മളെന്താ സംഭവിക്കുക, നമ്മളതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ സമയത്ത് അവിടെ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ വരും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓവർലോഡ് ആവുക എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ഫീലിംഗ് പോലെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 15 മണിക്കൂർ വരെ ഡെയിലി വർക്ക് ചെയ്യും. പിന്നെ അത് പല ഇതിലായും കൊണ്ട്. പക്ഷേ എനിക്കത് ഓവർലോഡ് ആവാറില്ല. ഞാൻ പക്ഷേ ക്ഷീണിക്കാറുണ്ട്, പക്ഷേ ഓവർലോഡ് ബേർഡനായിട്ട് തോന്നാറില്ല. എന്താണ്, ഞാൻ എൻ്റെ പാഷൻ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാ ഫീൽഡിലും അപ്ലിക്കബിളാണ്. അപ്പോൾ ടീച്ചർമാർക്ക് ഇത് ഉസ്താദന്മാർക്ക് ഇത് ഓവർലോഡല്ല. അവർക്ക് 1.5 മണിക്കൂറേ കിട്ടുന്നുണ്ടെങ്കിൽ ഈ 1.5 മണിക്കൂർ എങ്ങനെ എഫക്റ്റീവായിട്ട് ഔട്ട്കം ഡ്രിവൺ ആയിക്കൊണ്ട് കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നല്ല ആലോചനകൾ നടത്തണം. അവിടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ആ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ റെമ്യൂണറേഷൻ്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കമൻറ്റ് ചെയ്യുന്നില്ല. ഇത് നടന്നു പോകുന്നൊരു സിസ്റ്റമുണ്ട്. ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പക്ഷേ അത് ബാധിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ റെമ്യൂണറേഷനൊക്കെ കൂടുന്നുണ്ട്.
അപ്പോൾ ഇപ്പം നാട്ടിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ അല്ലല്ലോ പുറത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ മദ്രസകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പിന്നെ പല രൂപത്തിൽ പല റേറ്റിങ്ങുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഓൺലൈൻ ഉസ്താദുമാരുടെ മാർക്കറ്റ് പ്ലേസുകളുണ്ട്. അവിടെ ആളുകൾ ഇസ്ലാം പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ അവിടെ റേറ്റ് ഇടുകയാണ്, നിങ്ങൾക്ക് ഏത് റേറ്റിലുള്ള ഉസ്താദിനെയാണ് വേണ്ടത്. അപ്പോൾ $5 പെർ അവറിന് വേണോ, $10 പെർ അവർ വേണോ, $15 പെർ അവർ വേണോ, അവിടെ കസ്റ്റമർ സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഉസ്താദുമാരാണ്, നല്ല കണ്ടന്റ് ഉണ്ട്, മൾട്ടി ലിംഗ്വിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നുണ്ട്. നീയത്ത് മാറണമെന്നേ ഉള്ളൂ. നമുക്കത് ഇൽമായും ചെയ്യും, ജോലിയായും മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഉസ്താദുമാർക്ക് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഓവർലോഡ് ഫീൽ ചെയ്യുന്നത് പാഷൻ അല്ലാത്തത് കൊണ്ടാണ്. മുഅല്ലിമീങ്ങളുടെ ഉസ്താദുമാരുടെ അപ്രോച്ചിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊരു ഉസ്താദിനെ കാണുകയാണെങ്കിൽ, അതല്ലേ സ്കൂളിലെ ടീച്ചറെ കാണുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പോയി ഒളിക്കും. നമുക്ക് കാണാൻ തന്നെ പേടിയായിരിക്കും. ഞാനിപ്പോൾ അടുത്ത് എൻ്റെ നാട്ടിലിങ്ങനെ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരം ഉസ്താദെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഉസ്താദിനെ അവർ വിളിക്കുന്നു, ഉസ്താദിനോട് ഇപ്പോൾ ഉസ്താദ് വരുന്നു, ഉസ്താദും സംസാരിക്കുന്നു, ഉസ്താദും നല്ല ബന്ധം. അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാൻ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ധൈര്യം വരുന്നുണ്ട്. അത് പുതിയ അധ്യാപകർ അതല്ലെങ്കിൽ മുഅല്ലിമീങ്ങളുടെ ഇടയിൽ വന്ന വലിയൊരു മാറ്റമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഞാൻ ഇത് കേൾക്കുന്നവർക്കൊക്കെ ഒരു കാര്യം ചോദിക്കാനുണ്ടാവുക, നമ്മുടെ നാട്ടിലെ മദ്രസകൾ മാനേജ്മെൻറ്റുകളുണ്ടല്ലോ, അവരെന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളൊരു മദ്രസയിൽ കൊണ്ടുവരണോ? കാരണം അറ്റ് ദ എൻഡ് അവരാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. മുഅല്ലിമീങ്ങൾക്ക് അതിൻ്റെ ചക്രം തിരിക്കാനുള്ളൊരു റോൾ ഉണ്ടാവുമെങ്കിലും അതിൻ്റെ എൻജിൻ മൊത്തം സപ്ലൈ ചെയ്യുന്നത് ഈ മാനേജ്മെൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഈ എടെക് വേൾഡിൽ മദ്രസകളിൽ കൊണ്ടുവരേണ്ടി വരിക? ഓക്കെ, നേരത്തെ നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. അതായത് ഉസ്താദുമാർ ഒരുപാട് മാറിയിട്ടുണ്ട്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട്. അത് പുതിയ ജനറേഷൻ വന്നതുകൂടി ആ ജനറേഷനിൽ നിന്നുള്ള ആളുകൾ ഉസ്താദുമാരായി വരുമ്പോൾ ആ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ പല സ്ഥലത്തും പല ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പല ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടും പിന്നെ ഇങ്ങനത്തെ സംഭവിക്കുന്നുണ്ട്. ആ മാനേജ്മെൻറ്റ് ഒന്നവിടെ തീരുമാനിക്കേണ്ടത് ഒരു മാറ്റം വരുത്തേണ്ടത് ഈ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് ഉള്ള പവർ അവിടുത്തെ ഉസ്താദുമാർക്ക് കൊടുക്കണം. അതിൽ മൈക്രോ മാനേജ്മെൻറ്റിന് വരരുത്. ഒരു മാക്രോ മാനേജ്മെൻ്റ് ഒക്കെ പറ്റും, മൈക്രോ മാനേജ്മെൻറ്റിന് വരരുത്. ഒരു വലിയ ഒരു സർക്കിൾ അങ്ങ് വരച്ചിരിക്കും. ഈ സർക്കിളിലൊക്കെ കളിക്കാനുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അങ്ങനെയാണല്ലോ. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്, ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കാൻ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനത്തെ ഒരു ബൗണ്ടറി അവർക്ക് സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പിന്നെ മാനേജ്മെൻറ്റ് അവിടെ ഇടപെടരുത്. പിന്നെ അവിടേക്ക് ആവശ്യമായിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ടാവും, അത് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതും. അപ്പം അത് സ്വാഭാവികമായിട്ടും പിന്നെ പല മാനേജ്മെൻറ്റ് നടത്തി ബുദ്ധിമുട്ടാവുന്നുണ്ട്. എന്നിരുന്നാലും പക്ഷേ ഈ ബുദ്ധിമുട്ടാവുക എന്നുള്ളത് കൂടി നമുക്ക് അതുവരെയുള്ളതൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ബോധ്യപ്പെടുത്തലുകൾ ഇത് കുറേ ആവശ്യമുണ്ട്. ബോധ്യപ്പെടുക എന്നുള്ളതും ഇതിൽ അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ അത് ഉസ്താദുമാർക്കും വേണം, മാനേജ്മെൻറ്റിനും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആവേശത്തിൽ ആളുകൾ മദ്രസയെ ഹൈടെക് ആക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരും. ആക്ച്വലി അവിടെ പല സ്ഥലത്തും സംഭവിക്കുന്നത്, ഇപ്പോൾ ഒരു കാലത്ത് കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മദ്രസകൾ ഹൈടെക് ആയി വരുന്നു, AC ആക്കി മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഹൈടെക് ആക്കുക എന്നുള്ളതല്ല വേണ്ടത്. ഹൈടെക് ആക്കേണ്ട ഉള്ളിൽ നിന്ന് വരണം. അതായത് ആ ട്രാൻസ്ഫോർമേഷനാണ് വരേണ്ടത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, അല്ല പൈസയുടെ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈടെക് മദ്രസകൾ പലതും എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഡിജിറ്റൽ മെറ്റീരിയൽസ് മുഴുവൻ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും, ആരും ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ സാധനം ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ടൂൾസ് വേണം, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് പുറമെ അതിനുള്ള മെറ്റീരിയൽസ് വേണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ ഈ സാധനം ഇവിടെ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടത്തണം. ആ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ മെയിനായിട്ട് വരുന്നത് അത് ആറ്റിറ്റ്യൂഡിലാണ്. അത് മാനേജ്മെൻറ്റിന് വരണം, ഉസ്താദുമാരുടെയും വരണം. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ എഫേർട്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉസ്താദുമാർക്ക് അതിനനുസരിച്ച് റെമ്യൂണറേഷൻ കൊടുക്കണം. റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല മദ്രസയിലൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ ഇപ്പം മദ്രസയുടെ ഫീസൊക്കെ വേണമെങ്കിൽ കുറച്ചൊക്കെ കൂട്ടാം. അത് എല്ലാവരുടെ അടുത്തും വാങ്ങണമെന്നില്ല. മദ്രസ എന്ന് പറയുന്നത് ചെറിയ ഫീസ് വാങ്ങി നടത്തുന്നതാണല്ലോ, ചിലയിടത്തൊന്നും ഫീസ് വാങ്ങുന്നില്ല. അപ്പം കഴിവുള്ള ആളുകൾ അത്യാവശ്യം നല്ല ഫീസ് കൊടുക്കട്ടെ. സ്കൂളുകൾക്ക് നല്ല ഫീസ് കൊടുക്കുന്നുണ്ടല്ലോ. അത് കഴിവുള്ള ആളുകളുടെ അടുത്ത് നന്നായിട്ട് വാങ്ങുക, അത് അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫീസ് കിട്ടും.
അപ്പം ഈ ഓൺലൈൻ മദ്രസകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർലിയാണ് ചാർജ് ചെയ്യുന്നത്. അവർലി 400-500 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ മദ്രസ വിദ്യാഭ്യാസത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 ഹ്യൂമാനിറ്റേറിയൻ വെച്ചുകൊണ്ട് തന്നെ, അതായത് ഉള്ളവൻ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ, ഇല്ലാത്തവൻ ഫ്രീ ആയിട്ട് പഠിക്കട്ടെ. ഈ ഫ്രീ ആയിട്ട് പഠിക്കുന്ന ഒരു ടേക്ക് ഇറ്റ് ഈസി ആക്കി എടുക്കാതിരിക്കുക, അത് സീരിയസ്നെസ് നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന രൂപത്തിൽ അങ്ങനെയുള്ള ഒരു എക്കോ സിസ്റ്റം മദ്രസയും ഒരു ട്രയാഡ് സിസ്റ്റമാണ് അവിടെ വരേണ്ടത്. ടീച്ചർ, സ്റ്റുഡൻറ്റ്, മാനേജ്മെന്റ്, പാരൻസിനും അവിടെ ഉണ്ട്. ട്രയാഡിന് വിടും, പാരൻസിനും അവിടെ വലിയ റോളുണ്ട്. ഈ സാധനം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ മദ്രസകളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. പക്ഷെ അത് പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ച് ഒരുപാട് കസ്റ്റമൈസേഷൻ നടത്തേണ്ടി വരും. അങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മദ്രസയെ പുതിയ കാലത്തേക്ക് ആൽഫ ജനറേഷനും ആൽഫ ബീറ്റ ജനറേഷനൊക്കെ പറ്റുന്ന രൂപത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ നമുക്ക് ഈ മദ്രസ രംഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ നഷ്ടപ്പെടാൻ സാധിക്കും. നമ്മൾ ഈ കാലഘട്ടത്തിൽ മദ്രസകളിൽ മാറ്റം വരണമെന്ന് പറയുന്ന ആൾക്കാർ ആദ്യം ചിന്തിക്കുക, അതല്ലേ ടെക്നോളജീനെ നമ്മൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ആൾക്കാർ ആദ്യം ചിന്തിക്കുക ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കണം, അതല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഇൻട്രാക്റ്റീവ് പാനൽ വെക്കണം, ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് മെൻ്റലി ആ ഒരു സാഹചര്യത്തിനോട് പ്രിപ്പയർ ആവുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ജനറേഷൻ ഏത് രീതിയിലാണോ ചിന്തിക്കുന്നത്, അതല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമുക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതല്ലേ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്ന ആ ടെക്നോളജിയുടെ മാറ്റം. തീർച്ചയായിട്ടും ആളുകൾ വിചാരിച്ചല്ലേ ടെക്നോളജി ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ടെക് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് 4 പാനലും അല്ലെങ്കിൽ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ അവിടെ തന്നെ റെഡിയായി എന്നുള്ളതാണ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനാണ്. കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടത്താതെ വന്നു കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് വരും. ആ റെസിസ്റ്റൻസ് ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇതായിരിക്കും. അവിടെയാണ് മിക്ക ആളുകളും ഫെയിലിയർ ആവുന്നത്. അപ്പോൾ അത് പ്രിപ്പയർഡ്, അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തേണ്ടത്. അതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. പിന്നെയാണ് വരുന്നത് നമ്മളുടെ ഈ ടെക്നോളജിയിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ടെക്നോളജിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അതിനാവശ്യമുള്ള റിസോഴ്സുകൾ, ആ റിസോഴ്സുകൾ അത്യാവശ്യം റിസർച്ച് ചെയ്ത റിസോഴ്സുകളാവണം. കാരണം വെച്ചാൽ നമ്മൾ മദ്രസയിൽ നിന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു ഔട്ട്ഡേറ്റഡായ സാധനമാണെങ്കിൽ ഇപ്പുറത്ത് വരുന്ന പഠിതാവ് അതിലും നല്ല ഇത് കണ്ടിട്ടാണ് വരുന്നത്. ആ പഠിതാവിൻ്റെ നമ്മൾ മനസ്സിലാക്കണം, പഠിതാവിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഉൾക്കൊള്ളാൻ അവന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവും. അല്ലെങ്കിൽ എന്താണ്, അവൻ അതിനെ തിരിഞ്ഞു നോക്കില്ല, അവർക്ക് നഷ്ടപ്പെട്ടു വരും. അപ്പോൾ അതിനാണ് നേരത്തെ പറഞ്ഞ ഉസ്താദ്മാർ വന്നൊരു മാറ്റം. ഞാൻ പറഞ്ഞില്ല, മുമ്പുണ്ടായിരുന്ന ഉസ്താദ്മാരെ കാണുമ്പോൾ ഒരു പേടി, പക്ഷെ ഒരു പേടി മാത്രമല്ലായിരുന്നു കേട്ടോ, അതൊരു ബഹുമാനം കൂടി ഉണ്ടായിരുന്നു. പണ്ട് നമുക്ക് ഒരു സ്ട്രീറ്റിലൊക്കെ നടന്നു പോകുമ്പോൾ പ്രായമായ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഉസ്താദിനെ കാണുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കുമായിരുന്നു. അത് ഒരു പേടിയുണ്ട്, ബഹുമാനം കൂടിയുണ്ട് ആ ഓഡിയോളിക്കലിന്. അത് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഉസ്താദ്മാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതിപ്പോൾ കാലം ആവശ്യപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോലേണർ സിസ്റ്റത്തിലേക്ക് മാറിയത്. ഈ കുട്ടീൻ്റെ അടുത്ത് നിന്ന് ഉസ്താദിന് പഠിക്കാനുണ്ട്, അത് ആ ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഈ കുട്ടിക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നുള്ള ഉസ്താദിനോടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ മനസ്സിലാക്കിയത് ഉസ്താദ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, ഇത് രണ്ടും മാച്ച് ആവുകയാണ്. അങ്ങനെ ഈ എക്കോസിസ്റ്റം അവിടെ വർക്കൗട്ട് ആവുകയാണ്. ഈ എക്കോസിസ്റ്റം വർക്കൗട്ട് ആകുമ്പോൾ അവിടെ മദ്രസ പഠനം അവിടെ സ്വാഭാവികമായിട്ടും ഫ്രൂട്ട്ഫുള്ളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പണ്ടൊക്കെ അധ്യാപകനിൽ നിന്ന് അതല്ലെങ്കിൽ ഉസ്താദിൽ നിന്ന് കുട്ടി പഠിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ കുട്ടിക്ക് ഉസ്താദിന് കുട്ടിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ എന്തൊക്കെയായിരിക്കും ആ പഠിക്കാനുള്ള കാര്യങ്ങൾ, അതിനൊന്ന് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ വേർഡ് തന്നെ കോലേണർ എന്നുള്ളതാണ്. അവിടുന്ന് ഇങ്ങോട്ടും പഠിക്കുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും പഠിക്കുന്നുണ്ടല്ല. അവിടെ തന്നെ നമ്മൾ നോക്കേണ്ട. മറ്റൊന്ന്, ഇപ്പോൾ ടെക് രംഗത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിജിറ്റൽ നേറ്റീവാണ് കുട്ടി. ഒരു ഉസ്താദ് ഒരു പക്ഷേ മില്ലനിയൽ ആയിരിക്കാനുള്ള ജനറേഷൻ എക്സ് ആകാം. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആ ടെക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈസി ആയിട്ട് പറഞ്ഞുതരാൻ കഴിയും. മറ്റൊന്ന് നമ്മളവിടെ നോക്കേണ്ടത് ഇവിടെ പഠിക്കേണ്ട ഈ കുട്ടിയുടെ സ്വഭാവം, ഡിജിറ്റൽ നേറ്റീവ്സിൻ്റെ സ്വഭാവം ഈ കുട്ടികളിൽ നിന്ന് പഠിക്കണമല്ലോ. ഈ കുട്ടിയോട് എങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആ കുട്ടിയുടെ ആ സ്റ്റൈലിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിക്ക് ഒരു ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷനാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ നേച്ചർ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഉസ്താദ് ആദ്യം പഠിച്ചിട്ടേ ഇത് തുടങ്ങാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കുട്ടിയോട് സംസാരിക്കണം, കുട്ടിയോട് എക്സ്പ്രസ് ചെയ്യിക്കണം. കുട്ടി അത് പുറത്തേക്ക് പറയുമ്പോഴാണ് ഇത്. അപ്പോൾ പിന്നെ ഉസ്താദിനോട് തന്നെ കുട്ടി തിരുത്തും, എനിക്ക് അങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, ഞാൻ ഇങ്ങനെയാണ് യൂട്യൂബിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടി ആ വീഡിയോ ഉസ്താദിന് കൊടുക്കും. ഇങ്ങനെ കൊണ്ടും കൊടുത്തുമുള്ള രൂപത്തിലേക്ക് മാറുമ്പോഴാണ് ആ കോ ലേണിംഗ് സിസ്റ്റം അവിടെ വർക്ക് ചെയ്യപ്പെടുന്നത്. അത് എത്രത്തോളം
എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. ചിലതിനൊക്കെ നെഗറ്റീവ് ഉണ്ടാവും കേട്ടോ, എല്ലാത്തിനും അങ്ങനെയാണല്ലോ, ചിലതൊക്കെ നെഗറ്റീവ് ഉണ്ടാവാം. പക്ഷേ കൂടുതൽ ഇവിടെ പോസിറ്റീവായിട്ട് ഫ്രണ്ട്ലി നേച്ചറിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മാത്രമല്ല, പിന്നെ ഈ ഉസ്താദിനെ കേൾക്കാൻ കുട്ടി റെഡിയാവുകയും ചെയ്യും. ഈ കോലേണറാകുമ്പോൾ സുഖതാണ്, ഉസ്താദ് കുട്ടിയെ കേൾക്കുന്നുണ്ടെങ്കിൽ കുട്ടിയെ കേൾക്കാൻ ഉസ്താദും റെഡിയാവും. നേരെ മറിച്ച് ഇതൊരു റേഡിയോ സിസ്റ്റം പോലെ വൺ വേ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കുട്ടി ഒളിച്ചോടാനാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ലേണിംഗ് സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്. ഈ ജനറേഷനിലുള്ള കുട്ടികളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ സാറ് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ എന്തോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അവർക്കും ഇതിൻ്റെ പാർട്ടാവണം, അവർക്കും സംസാരിക്കണം, അവർക്കും ഒപ്പീനിയൻ പറയണം. അപ്പോൾ നമ്മൾ ഈ കോലേണർ എന്ന് പറഞ്ഞ സിസ്റ്റം എനിക്ക് തോന്നുന്നു അത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡായിരിക്കും. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമേ, ഇത് കേൾക്കുന്ന പല ആളുകളും ചിലപ്പം ചോദിക്കുന്നുണ്ടാവും, ഇതുവരെ നമ്മളൊക്കെ നല്ല രീതിയിൽ പോയത് ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇല്ലാതെ തന്നെയല്ലേ, നമ്മളൊക്കെ മദ്രസും കാര്യങ്ങളൊക്കെ പഠിച്ചതും പഴയ സിസ്റ്റത്തിൽ തന്നെ അല്ലേ? ഇങ്ങനെ പറയുന്ന ആൾക്കാരെന്തായിരിക്കും, ഇനി നമ്മൾ ഇതിലേക്കൊരു ടെക്നോളജി കൊണ്ടുവന്ന് ഇതിനെ ബുദ്ധിമുട്ടാക്കണം, അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? അവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു മാറ്റം നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഞാൻ കോലേണർ എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ വേറെ ടേമാണ് കോ ക്രിയേഷൻ. അതായത് ഞാനൊരു കാര്യം പഠിക്കണമെങ്കിൽ എനിക്കതിൽ എന്ത് റോളുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കൂ, സംഘടനാ സിസ്റ്റമൊക്കെ നോക്കൂ. ഈ സംഘടനാ സിസ്റ്റത്തിൻ്റെ ഒരു മുമ്പൊക്കെ ഉണ്ടായിരുന്ന സംഘടനാ സിസ്റ്റം എന്തായിരുന്നു? ഒരു സർക്കുലർ സ്റ്റേറ്റിൽ നിന്ന് അയക്കും, അത് ജില്ലയിലേക്ക് വരും, ജില്ലയിൽ നിന്ന് അടുത്ത ഡിവിഷനിലേക്ക് വരും, അടുത്ത താഴോട്ട് വരും, അങ്ങനെ യൂണിറ്റ് വരെ എത്തുന്ന ഒരു സംഘടനാ സിസ്റ്റം ഉണ്ടായിരുന്നു. അതൊരു സർക്കുലർ ആയിരുന്നു. ആ സർക്കുലർ അതേ രൂപത്തിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇനി ആ ഒരു സിസ്റ്റം ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നതിന് പറയും. അത് എത്രത്തോളം ഇനി പ്രസക്തമാവും എന്നുള്ളത് നമ്മളൊന്ന് ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട് തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയാണ് കോ ക്രിയേഷൻ എന്നുള്ള ഒരു ഇതല്ല. അത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ലൈക്ക് മൈൻഡഡ് ആയിരിക്കുന്ന ആളുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു സാധനം രൂപപ്പെട്ട് വരുന്നുണ്ട്. അവർ അതിന് അങ്ങേ അറ്റം വരെ പോകും. നേരെ മറിച്ചിട്ട് എൻ്റെ ഒരു താല്പര്യം ഞാൻ നിങ്ങളിലേക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ തിരിഞ്ഞു നോക്കില്ല. ഇത് ഈ പുതിയ ജനറേഷനിലുണ്ട്. നമ്മളെ വലിയ മുമ്പുള്ള ജനറേഷൻ എക്സിലും മില്ലനിയൽ ജനറേഷനിലും അങ്ങനെയല്ലായിരുന്നു. അവർ മുമ്പ് പറയുന്ന അങ്ങ് കേൾക്കുക, അതനുസരിക്കുക, അങ്ങ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ അങ്ങനെയല്ല. ഈ കുട്ടികൾ ആദ്യം നോക്കുന്നത് ഇതിൽ എന്താ ഇപ്പോൾ കാര്യം, ആ ഒരു ചോദ്യം അവർ ചോദിച്ചാണുള്ളത്, ഇതിൽ എനിക്ക് വലിയ ഉപകാരം ഉണ്ടോ. അപ്പോൾ അവർക്ക് ഉപകാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ അങ്ങേയറ്റം വരെ പോകുന്നുണ്ട് പഠിക്കാൻ, അവർ അത്രക്കും ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത്. അപ്പോൾ അവിടെയാണ് ആ കോ ക്രിയേഷൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ പരിഗണിക്കേണ്ടതുണ്ട്, കുട്ടികളുടെ ഇൻട്രസ്റ്റ് പരിഗണിക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ മുമ്പത്തെ പോലെ പഠിപ്പിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ടോപ്പ് ഡൗൺ അപ്രോച്ചായിരുന്നു, ആ അപ്രോച്ച് മാറി ഇപ്പോൾ കോ ക്രിയേറ്റീവ് അപ്രോച്ചാണ്, ഒരുമിച്ചിരുന്നുണ്ടാക്കുക. ഇപ്പോൾ ഈ സംഘടനകളും സർക്കുലർ ഉണ്ടാക്കേണ്ടത് എന്താണ്? ലൈക്ക് മൈൻഡഡ് ആയ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് അവരുണ്ടാക്കുന്ന സർക്കുലറായിട്ട് പോകണം. അതെല്ലാം ഒരു യൂണിറ്റിൻ്റെ സിസ്റ്റം ഒരു പക്ഷേ മാറേണ്ടി വരും തന്നേക്കാം. കാരണം വെച്ചാൽ ആ ഒരു സർക്കുലർ പോകുമ്പോൾ ഒരു യൂണിറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റിൽ ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ആളുകളുണ്ടാവും. എല്ലാവർക്കും ഒറ്റ സർക്കുലറാണ്, അത് വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. അതൊരു വൺ ഫിറ്റ് ഫോർ ഓൾ എന്നൊക്കെ പറയുന്ന സാധനമാണ്. അവിടെയും പേഴ്സണലൈസേഷൻ വരേണ്ടതുണ്ട്. എന്നാൽ അവിടെ ഇത് NGOs ഒക്കെ മാറ്റേണ്ടി വരുന്നൊരു സാധനമാണ് കേട്ടോ. ഈ കോ ക്രിയേറ്റീവ് മോഡ്, ഇൻട്രസ്റ്റിംഗ് ഏരിയയിലേക്ക് ആളുകൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവരുടെ പാഷനായിരിക്കും. ആ പാഷൻ അവരെ ഡ്രൈവ് ചെയ്യാൻ വേറെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആവശ്യം ഉണ്ടാവില്ല, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ മദ്രസ രംഗത്തേക്കും വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഇഷ്ടപ്പെട്ട ഏരിയാസൊക്കെ കാണുമ്പോൾ അവരെ മദ്രസ എഡ്യൂക്കേഷൻ പഠിപ്പിക്കാൻ നമ്മൾ കൂടുതൽ ഫോഴ്സ് കണ്ടില്ല. അവരെ എക്സ്പ്ലോർ ചെയ്ത് അവർ ഡൗട്ടുകൾ വന്ന് ചോദിക്കും, അങ്ങനെ അവിടെ കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ആവും, അതങ്ങനെ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആവും. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ ഇതെല്ലാ രംഗത്തും സംഭവിക്കുന്നു കേട്ടോ. നിങ്ങൾ നോക്കൂ, ഇതിപ്പോൾ കോർപ്പറേറ്റ് രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് മുമ്പൊക്കെ നിങ്ങൾ നോക്കൂ, ഒരു കമ്പനിയുടെ CEO ആകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ 50, 55, 60 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു CEO ആവുക. അതെന്തായാലും ടോപ്പ് ഡൗൺ അപ്രോച്ച്. അതങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി പോകാൻ. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് സിസ്റ്റം വരുമ്പോൾ 20-ാം വയസ്സിൽ അല്ലെങ്കിൽ 15-ാം വയസ്സിൽ CEO ആയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ചേഞ്ചസ് എല്ലായിടത്തും വരുന്നു. മദ്രസ രംഗത്ത് മാത്രമല്ല, കോർപ്പറേറ്റ് രംഗത്ത് വരുന്നുണ്ട്. ബാക്കിയുള്ള നമ്മളെ വീട്ടിൽ പോലും നമുക്കിത് കാണാൻ കഴിയും, ഈ ചേഞ്ചസ്. അപ്പോൾ മുമ്പ് തന്നെ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാലത്ത് നമ്മൾ നിരീക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് നമ്മളൊക്കെ കാലത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കേട്ടിരിക്കും. ആ ടീച്ചർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ നോട്ട് ചെയ്യും. കാരണം നമുക്ക് എല്ലാ വിവരവും കിട്ടുന്നത് ആ ടീച്ചറുടെ അടുത്തുനിന്ന്. നമ്മളിനി പാരൻസ് ആണെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പാരൻസ് ആയിരുന്നു. ഇപ്പം ആ സാഹചര്യം മുഴുവനും മാറിയില്ലേ? അധ്യാപകൻ എന്തിനാണ് ആൾക്കാർക്ക് ആവശ്യം? രക്ഷിതാവ് പറഞ്ഞിട്ട് കേൾക്കണോ? ഫോണിൽ നിന്ന് തന്നെ കുട്ടികൾ 1-1.5 വയസ്സാകുമ്പോൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അവർ കേൾക്കുന്നുണ്ട്, എന്താ കഴിക്കേണ്ടത് എന്താ കഴിക്കേണ്ടാത്തതെന്നൊക്കെ അവർ കേൾക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു മാറ്റം വലിയൊരു മാറ്റം. അതുപോലെ തന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചറായിട്ട് നിൽക്കുമ്പോൾ പല വിഷയത്തിലും നമ്മളെക്കാളും വിവരമുള്ള ആളുകളാണ്. അപ്പം നമ്മൾ ഈ കാര്യത്തെ എന്തായാലും ഈ കോ ലേണിംഗ് എന്ന് പറയുന്ന സാധനത്തെ അഡോപ്റ്റ് ചെയ്തേ മതിയാവും. മദ്രസകളിലും എന്തായാലും അതിന് നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. ഞാൻ ഇതിൽ നമുക്ക് വരുന്നൊരു സംശയം, ഒരു മതപരമായിട്ടുള്ള പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദബ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ബഹുമാനം, മുകളിലിരിക്കുന്ന ആളെ, ഉസ്താദിനെ, ടീച്ചറെ ബഹുമാനിക്കണം എന്ന് പറയുന്നത്. ഈ ടെക് എനേബിൾഡ് സിസ്റ്റത്തിൽ ഈ അദബ്, ബഹുമാനം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സാധ്യത എന്തായിരിക്കും, അല്ല അതിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഈ ടെക് എനേബിൾഡ് കാലഘട്ടത്തും നമ്മൾ ബോധപൂർവം അത് കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഈ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനും ഒക്കെ ഉപയോഗപ്പെടുന്നുണ്ട്. ഇനി ഒരു അനദർ 2 years വരാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സമയത്ത് അതിനെ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന മെഷീൻ. ആലോചിച്ച് നോക്കൂ. അതും കഴിഞ്ഞാൽ വരാൻ പോകുന്നത് 2035-40 ശേഷം വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ആയിരിക്കും. സൂപ്പർമാൻ അല്ലെങ്കിൽ സൂപ്പർ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജിയുടെ ഈ ഒരു ഗ്രോത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെ. പ്രത്യേകിച്ച് AGI ഒക്കെ വരുന്ന സന്ദർഭത്തിൽ, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് വരുന്ന സന്ദർഭത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ ഫ്യൂച്ചർ ഓഫ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് US ബേസ്ഡ് ആയിട്ട് അവർ $millions ഇതിനു വേണ്ടി, ഈ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ടെക്നോളജിയുടെ ഗ്രോത്ത്, അന്ധമായ ടെക്നോളജി ഗ്രോത്ത് ആണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നേരെ മറിച്ച് ടെക്നോളജി മനുഷ്യന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ ടെക്നോളജിയുടെ ആ ഒരു അന്തസത്തയിലേക്ക് അത് വരുന്നത്. നേരെ മറിച്ച് മനുഷ്യനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഹ്യൂമൻ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് സ്വാഭാവികമായിട്ടും AGI ASI കാലത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു മാസം മുമ്പാണ് തോന്നിട്ട് പോപ്പ് ആന്ത്രോപ്പിക്കിൻ്റെ CEO ആയിട്ടൊരു മീറ്റിംഗ് നടത്തി. അപ്പോൾ അവിടെ മെയിനായിട്ട് ഡിസ്കഷൻ നടന്നത് AGI ASI കാലത്തെ മൊറാലിറ്റിയെ കുറിച്ചിട്ടാണ്. അത് വളരെ പ്രസക്തമായ സാധനമാണ്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് മതങ്ങളുടെ മതങ്ങൾ അപ്രസക്തമാക്കാൻ പോകുമോ എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഇത് കേട്ട സന്ദർഭത്തിൽ സത്യത്തിൽ ഈ AGI ASI രംഗത്ത് ഞാനിപ്പോൾ ഇങ്ങനെ റിസർച്ച് ഇങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 9 മാസത്തോളമായിട്ടുണ്ടാവും ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്കവിടെ ബോധ്യപ്പെട്ടത്, ഞാൻ ഒരു ഖുർആൻ രൂപത്തിൽ ഞാൻ നോക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ ഇതിലൊക്കെ സൊല്യൂഷൻ കാണുന്നുണ്ട്. ഈ AGI വന്നാലും ASI വന്നാലും എന്ത് വന്നാലും ഖുർആനിക് ഫ്രെയിംവർക്കിൽ കൂടി ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സൊല്യൂഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് AGI കാലത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വളരെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗോരിതമിക് കൺട്രോൾ ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് അൽഗോരിതമിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇപ്പോൾ ഒരു അൽഗോരിതം എഴുതും, ആ അൽഗോരിതത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ സമൂഹത്തിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കും, എനിക്ക് ആവശ്യമുള്ളതുപോലെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ അൽഗോരിതം വെച്ചുകൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റും. അത് ഭയങ്കര പ്രശ്നം സൃഷ്ടിക്കും. അതായത് അവിടെ പ്രത്യേകിച്ച് ഈ ക്യാപിറ്റലിസ്റ്റ് സമീപനമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി അതിന് ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഈ അൽഗോരിതമിക് കൺട്രോൾ അത് വലിയൊരു പ്രശ്നമാണ് AGI കാലത്ത്. അതിന് ഇസ്ലാമിക് ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ ഇസ്ലാം അവിടെ പറയുന്നുണ്ട് എന്തുണ്ടാലും അവിടെ ഷൂറ, കൺസൾട്ടേഷൻ, ഒരു ഹ്യൂമൻ ഇൻ എ ലൂപ്പ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അപ്പം അത് ഖുറാനിക് ഫ്രെയിംവർക്കിൽ കുറിച്ച് ആ ഷൂറയുടെ ഇമ്പോർട്ടൻസിന് പഠിച്ചു കഴിഞ്ഞാൽ ഈ അൽഗോരിതമിക് കൺട്രോളിനുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. AGI കാലത്തെ ഇപ്പോൾ 2-3 ഫ്രെയിംവർക്കുകളെ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒന്ന് ഒരു OECD തന്നെ എക്കണോമിക് ടീമിന് വേണ്ടിയിട്ട് വന്നൊരു ഫ്രെയിംവർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു യൂറോപ്യൻ ഫ്രെയിംവർക്ക് വന്നിട്ടുണ്ട്. യുനെസ്കോയുടെ 2-3 ഫ്രെയിംവർക്ക് വരുന്നുണ്ട്. അതുപോലെ ഒരു ഖുറാനിക് ഫ്രെയിംവർക്കിന് അത്യാവശ്യമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഹ്യൂമാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ഖുർആൻ ഹ്യൂമാനിറ്റിയെ കുറിച്ചാണല്ലോ കൂടി സംസാരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അൽഗോരിതമിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖുർആനിൻ്റെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ഈ ഷൂറ ബേസ്ഡ് സാധനത്തിലേക്ക് കൊണ്ടുവരിക, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഡീഹ്യൂമനൈസേഷനാണ് മറ്റൊന്ന് സംഭവിക്കാൻ പോണ സാധനം. അത് മനുഷ്യന്റെ സ്വാധീനം ഇല്ലാതാക്കുന്നത്. അത് അവിടെയാണ് ഇസ്ലാമിന്റെ കറാമാൽ ഇൻസാൻ എന്നുള്ള രൂപത്തിലുള്ള ആ സാധനത്തെ നമ്മൾ പ്രസക്തമായിക്കൊണ്ട് അതിൽ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയാണ് ഇത് സംഭവിക്കാനുള്ള ഒരു പക്ഷേ സംഭവിച്ചേക്കാം. ഒരു വിശ്വാസി എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. ഇപ്പോൾ AI ഒരുപാട് മുന്നോട്ട് പോയി, പക്ഷേ AIൻ്റെ ഈ കാലത്തിനനുസരിച്ച് കൊണ്ട് സമൂഹം പാകപ്പെട്ടിട്ടില്ല. അവിടെ വലിയൊരു എത്തിക്കൽ AIയെ കുറിച്ചുള്ള വലിയൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണത്. AIക്ക് എതിരാകുമല്ല വേണ്ടത്,
വലിയൊരു ഒരു ക്യാമ്പയിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. എത്തിക്കൽ എ ഐയെ കുറിച്ചിട്ടും എങ്ങനെയാണ് എ ഐ ഉപയോഗിക്കേണ്ടത്, ഏതുവരെ ഉപയോഗിക്കണം എന്നുള്ളതിനൊക്കെ കുറിച്ചൊക്കെ അവിടെ വലിയൊരു അവയർനെസ് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ പല ഫീൽഡുകളിലും പല ജോലികളും AI കൊണ്ടുപോകുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് ആന്ത്രോപ്പിക്കിൻ്റെ CEO പറഞ്ഞിരിക്കുന്നത് റേഡിയോളജി എന്ന് പറഞ്ഞാൽ ഇനി പഠിക്കേണ്ടിയില്ല, കാരണം റേഡിയോളജി ആയിരിക്കും ആദ്യം എടുക്കപ്പെട്ടു എന്ന് AI വന്നു കഴിഞ്ഞാൽ. ഇങ്ങനെ പല ഫീൽഡിലും AI വരുന്നുണ്ട്. ഉസ്താദന്മാരുടെ ജോലി എന്താവും AI വന്നാൽ? ഉസ്താദാസെ മെൻറ്റർ, ഉസ്താദാസെ മുറബി, ഇത് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ബാക്കിയൊക്കെ റീപ്ലേസ്. ഉസ്താദാസെ പിന്നെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു, നോളജ് ഷെയർ, അത് റീപ്ലേസ് ചെയ്യപ്പെടും. ടീച്ചർ ആസ് എ മുറബി, ടീച്ചർ ആസ് എ മെൻറ്റർ, ഇത് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ആ ഹ്യൂമൺ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഡാറ്റ കൺട്രോളിലേക്ക് പോവാണ്. ഈ ഡാറ്റ മാനിപ്പുലേഷനൊക്കെ വരുത്തി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ വരെ മാറ്റാൻ പറ്റും. അതാണ് ഡിസിഷൻ മേക്കറായി മാറുന്നത്. പക്ഷേ ഹ്യൂമൺ ഒരു മുറബിയായ ഉസ്താദ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഉസ്താദ് എന്നുള്ള വാക്ക് മെൻറ്റർ, ടീച്ചർ ആസ് എ മുറബി, ടീച്ചർ ആസ് എ മെൻറ്റർ എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. ആളുകൾ അത് ഇഷ്ടപ്പെടും. അതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കാനോ ഇനി വേണമെങ്കിൽ ഒരു ഉസ്താദിൻ്റെയോ ടീച്ചറുടെയോ ആവശ്യം ഉണ്ടാവില്ല. ഈ മനസ്സ് കണക്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ ഹൃദയങ്ങൾ കണക്ട് ചെയ്യാൻ, തലച്ചോറ് കണക്ട് ചെയ്യാൻ, ഇതുപോലുള്ള മനുഷ്യൻ്റെ ക്വാളിറ്റീസ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ഇവിടെ റെലവൻസ് ഉണ്ടാവും AI സമയത്ത്. തീർച്ചയായിട്ടും. നമ്മൾ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ മദ്രസയായിട്ട് ബന്ധപ്പെട്ട് മോറൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽ തന്നെ നമ്മൾ തിരുത്തിയ കുറേ ധാരണകളുണ്ട്. ടെക് എനേബിൾഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കുറേ ടെക്നോളജിയും എക്യുപ്മെൻസും ഇൻസ്ട്രുമെൻസും ക്ലാസ് റൂമിലേക്കും ഫോണിൻ്റെ അകത്തേക്കും കൊണ്ടുവരിക എന്നുള്ളതല്ല, നമ്മളൊരു മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് മുഅല്ലിമീങ്ങളാണെങ്കിലും അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഈ പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾ വന്നതിന് താങ്ക് യു സോ മച്ച്. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് സമൂഹത്തിന് നമുക്ക് അറിയിക്കാൻ പറ്റി. ഇനിയും ഇങ്ങനത്തെ പോഡ്കാസ്റ്റുകൾ നമുക്ക് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് അവസാനമായിട്ടൊന്ന് ഒരു വിഷയം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. ഇവിടെ നമ്മളെ വിദ്യാഭ്യാസ ബോർഡുകൾക്കൊക്കെ വലിയ റോളുണ്ട്. അവർ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതൽ റിസർച്ചിലാണ്. ആ റിസർച്ചിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണോ അതിനനുസരിച്ച് മദ്രസാരംഗം ട്രാൻസ്ഫോർ ചെയ്യും. അതോടൊപ്പം തന്നെ ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷൻ, ഉസ്താദുമാരെ ഞാൻ പറഞ്ഞ ടീച്ചർ ആസ് എ മുറബി എന്നുള്ള ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറ്റാനുള്ള അവിടെ രണ്ടും മേഖലയിലാണ് ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ അതിന് ഈ പറഞ്ഞ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഏതായാലും സന്തോഷം, കുറേ വിഷയങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. ഇൻഷാ അല്ലാഹ്.